ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വളരെയധികം സൈലന്റ് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒന്നുചേരലിന് വേണ്ടിയിട്ട് യാതൊരുവിധ രീതിയിലുള്ള ആക്ഷനും എടുക്കാതെ നിശബ്ദമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വളരെയധികം സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണിലേക്ക് ഏതെങ്കിലും രീതിയിൽ കണക്ട് ആകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. പ്രത്യേകിച്ച് റീകൺസിലേഷൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നെഗറ്റിവിറ്റി കാര്യങ്ങളൊന്നും തന്നെ അട്രാക്ട് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The Hanged Man, 5 of Cups, Knight of Wands, Queen of Cups, Justice, The Lovers, 8 of Cups, 7 of Pentacles, 2 of Cups, The Hierophant, The World Energy, Temperance, Moon Energy, 7 of Wands, 3 കാർഡ് വന്നിട്ടുണ്ട്. ജഡ്ജ്മെന്റ്, മജീഷ്യൻ, എംപ്രസ്, ക്യൂൻ ഓഫ് വാൻഡ്സ്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 5 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി എടുത്തിരിക്കുന്നത് തന്നെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ വളരെയധികം മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്ന് അത്രയും ഒരു ഭയങ്കര ഉറച്ച ഒരു തീരുമാനത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഇവിടെ വന്നിരിക്കുന്ന എനർജി തന്നെ മജീഷ്യൻ ആണ്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഏറെക്കുറെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഒരു ചിന്താഗതികൾ കാണുന്നുണ്ടെങ്കിലും കാഴ്ചപ്പാടുകൾ കാണുന്നുണ്ടെങ്കിലും മാറ്റങ്ങൾ കൈവന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമായിട്ട് എഫേർട്ട് എടുക്കാതിരുന്ന നിങ്ങളുടെ പേഴ്സൺ അവരുടെ മനസ്സ് അല്ലെങ്കിൽ ആ ഒരു കട്ടിയായിരുന്ന ഒരു മനസ്സൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, കട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവരുടെ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് വളരെ സ്നേഹമുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവിടെ കുറെ അധികം ഫിയർ ഒക്കെ വന്നിട്ടുണ്ട്, ഒരു ഭയം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ. അപ്പൊ ഇവര് നിങ്ങളെ വേദനിപ്പിച്ച് പോയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ആ ഒരു പോകുന്നതിന് മുന്നേ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ വളരെയധികം ഒരു കുറ്റബോധം ഉണ്ട്, അതോടൊപ്പം ഒരു ഭയമുണ്ട്. എങ്ങനെ ഇനി ഇതിനെ സമീപിക്കും എന്നുള്ളൊരു ചിന്താഗതികളൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇവരുടെ മനസ്സിലേക്കാണ് നോക്കുന്നത്. നിങ്ങളുടെ എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി അവരിലേക്ക് എന്തെങ്കിലും രീതിയിൽ കണക്ട് ആകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഹാങ്ഡ് മാൻ ആണ്. ഇവര് ഈ റിലേഷൻഷിപ്പിനെ കുറേയധികം ഭയമുണ്ട്, അതുപോലെ ഒരുപാട് ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ നിങ്ങളുടെ ബന്ധത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഭാഗത്ത് നിന്നും പറ്റിയിരിക്കുന്ന എന്തെങ്കിലും തെറ്റായിരിക്കാം, മറ്റ് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് മാറി നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. രണ്ടാണെന്നുണ്ടെങ്കിലും തിരിച്ചുവരവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവർക്ക് ഒരു ഭയമുണ്ട്.
അതുപോലെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇനി ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? വീണ്ടും ഇത് പാച്ചപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സക്സസിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെയൊക്കെ ഒരു ചിന്താഗതികളുണ്ട്. അല്ല അതുപോലെ തന്നെ നിങ്ങളെ എങ്ങനെ സമീപിക്കും എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവര് മറ്റൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു റൂട്ടിലൂടെ റിലേഷൻഷിപ്പിനെ ഒന്ന് കൊണ്ടുപോയാൽ അത് വെച്ചാൽ അവരുടെ കാഴ്ചപ്പാടുകൾക്കും ചിന്താഗതികൾക്കും ഒക്കെ വ്യത്യസ്തത വന്നിട്ട് ജീവിതത്തിനെ ഒരു മറ്റൊരു വ്യൂവിലൂടെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ മറ്റേതെങ്കിലും രീതിയിലൂടെ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒക്കെ മനസ്സുകൊണ്ടൊരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു തയ്യാറെടുപ്പുകളും അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിലല്ലാതെ അവരുടെ ചിന്താഗതികളിൽ വന്നിരിക്കുന്ന മാറ്റവും അത് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഒരു എനർജി അവരിലേക്ക് കണക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആദ്യത്തെ സ്പ്രെഡിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ അറിയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ ഇവരിപ്പോ ഏത് സിറ്റുവേഷനിലും ആയിക്കൊള്ളട്ടെ ഇവർക്ക് ചുറ്റിനും ഇവരുടെ ഫാമിലി ഉണ്ടായിരിക്കാം, ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, അവരുടെ ഫ്രണ്ട്സ്, ആരൊക്കെ അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ഏറ്റവും കൂടുതലായിട്ട് പല സമയങ്ങളിൽ പ്രത്യേകിച്ച് അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ ഇപ്പൊ രാത്രി സമയങ്ങളിലാണെന്നുണ്ടെങ്കിലും അവരവരുടെ ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ആദ്യം മൈൻഡിലേക്ക് വരുന്നത് ഇപ്പൊ നിങ്ങളുടെ ഓർമ്മകളാണ്. നിരന്തരമായിട്ട് നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ പേഴ്സണെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്, ചേസ് ചെയ്യുന്നുണ്ട്. ഫിസിക്കലി നിങ്ങൾ ചിലപ്പോൾ ഇവരുടെ കാര്യങ്ങളോ ഒന്നും അന്വേഷിക്കുന്നുണ്ടാവില്ല, ഇവരിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുന്ന അവസ്ഥയായിരിക്കും. പക്ഷെ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ഡിസിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു ധൈര്യം തന്നെയാണ് ഇവിടെ വളരെ പോസിറ്റീവായ രീതിയിൽ നിങ്ങളുടെ പേഴ്സണിലേക്ക് എഫക്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇവര് വളരെ ഫാസ്റ്റ് ആയിട്ട്, ഇവിടെ വാണ്ട് എനർജി ആണ് വന്നിരിക്കുന്നത്, വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ ഒരു സംസാരം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നീതിപൂർവമായിട്ടൊന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളൊരു ആഗ്രഹമാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ക്യൂൻ ഓഫ് കപ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അവർക്ക് ഈ ഒരു ബന്ധത്തിൽ എല്ലാ രീതിക്കും ആ ഒരു നിറഞ്ഞ സ്നേഹത്തോടു കൂടിയുള്ള വിജയം, നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതും ഈ ഒരു വ്യക്തി ആഗ്രഹിച്ചിരുന്നതും ഒരു സമയത്ത് ഒരേ രീതിയിലുള്ള സ്വപ്നമായിരുന്നു. അപ്പൊ രണ്ടുപേരും ആഗ്രഹിച്ചിരുന്ന സ്വപ്നം എന്ന് പറയുന്നത് പകുതി വെച്ച് നിലച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ തകർന്നു പോയിട്ടുണ്ട്. അപ്പൊ വീണ്ടും ആ ഒരു സ്വപ്നത്തെ ഒന്ന് ഉയർത്തി കൊണ്ടുവരിക, അതിനുശേഷം ഈ ഒരു റിലേഷൻഷിപ്പിൽ നീതിപൂർവ്വം മുന്നോട്ടേക്ക് അതിനെ നയിക്കുക. അപ്പൊ ആ ഒരു നീതിപൂർവ്വം നയിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ അതിന്റെ മെയിൻ ആയിട്ട് നിൽക്കുന്ന ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കയ്യിലാണ്. കാരണം നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഇപ്പൊ ബാക്കിലേക്ക് മാറി നിൽക്കുന്നത്. നിങ്ങൾ ഫിസിക്കലി ഇപ്പൊ എഫേർട്സോ കാര്യങ്ങളൊന്നും എടുക്കുന്നുണ്ടാവില്ല. ഫിസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അവരുടെ പുറകെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവില്ല, അവരെ നിരന്തരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ടാവില്ല. ശല്യം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു സമയത്ത് അത് ശല്യമായി തോന്നിയത് കൊണ്ടാണ് അവരിപ്പോ സൈലന്റ് ആയി മാറിയിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഇങ്ങനെ പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ശരിയാവില്ല എന്നുള്ള രീതിക്കായിരിക്കും നിങ്ങൾ മാറി നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മനസ്സിലെടുത്ത് അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ, ആ ഒരു യൂണിവേഴ്സൽ പവറിൽ വിശ്വസിച്ച് ആ ട്രസ്റ്റോടു കൂടി മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു എനർജി കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു രീതിയിൽ ചിന്താഗതികളിലും അവരുടെ എനർജിയിലും ഒക്കെ വേരിയേഷൻസ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ലവേഴ്സ് എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. വളരെയധികം ആത്മാർത്ഥമായ ഒരു സ്നേഹം, എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്, വീണ്ടും നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ഏറ്റവും കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് പാഷനേറ്റ് ആയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചത്. രണ്ടുപേർക്കും ഒരുപോലെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ ഒരു കെമിസ്ട്രി ഉള്ള വ്യക്തികളായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഒക്കെ നിങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഒന്നിച്ചടുത്തത്. ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ വന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും. ആ ഒരു ഫാസ്റ്റ് ആയിട്ടാണ് വന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോഴൊക്കെയോ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻ ഉള്ളതായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും ഈ ഒരു അകൽച്ചയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് മറക്കാൻ പറ്റാതെയൊക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത്. ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കിടയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവര് എത്രത്തോളം സ്നേഹം ഇവരുടെ മുമ്പിൽ ആരൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും, ആരൊക്കെ എന്ന് പറയുമ്പോൾ അവരുടെ ഈ പറഞ്ഞതുപോലെ അവർക്ക് എന്തെങ്കിലുമൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴേക്കും അവരുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം,
ചിലപ്പോൾ മറ്റേതെങ്കിലും വ്യക്തി ബന്ധങ്ങളായിരിക്കാം. അപ്പൊ എങ്ങനെയുള്ള ബന്ധങ്ങളാണെന്നുണ്ടെങ്കിലും ആരൊക്കെ മുന്നിലേക്ക് വരുന്നുണ്ടെങ്കിലും ഇവര് അതിലേക്കൊന്നും പൂർണ്ണമായിട്ട് ഇപ്പൊ ശ്രദ്ധ കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ എന്തിന്റെ പേരിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അവർക്ക് അവരുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ചിന്ത നിങ്ങളെ കുറിച്ചാണ്. അപ്പൊ കൂടെയുള്ള വ്യക്തികളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇപ്പൊ അവരെ എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഇവര് നിങ്ങളിലേക്കുള്ള തിരിച്ചുവരവിന് ഒരുങ്ങുമ്പോൾ അവർക്ക് ലെറ്റ് ഗോ ചെയ്യേണ്ട സിറ്റുവേഷൻസ് അത് എന്തെങ്കിലുമൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെറ്റ് ഗോ ചെയ്യണം എന്നുള്ളൊരു മനസ്സിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി പോരുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബന്ധം നന്നായിരുന്നു എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അന്നൊന്നും അവരത് ചെവിക്കൊണ്ടിട്ട് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങൾ പറയാതെ തന്നെ അവർക്ക് അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടുകളിലുള്ള മാറ്റവും. അതുപോലെ നമ്മൾ പറഞ്ഞ ആ ഒരു ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ അവരിപ്പോ ആ ഒരു നല്ല കാര്യം ഉൾക്കൊള്ളുന്നുണ്ട്. അത് അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മാറ്റം തന്നെയായിരിക്കും. അത് മാത്രവുമല്ല ഇവർ ആ ഒരു സ്നേഹത്തെ അല്ലെങ്കിൽ ഇവരുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹത്തെ അത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് നൽകുക എന്നൊരു മെന്റാലിറ്റിയാണ്. നിങ്ങളുമായിട്ട് വീണ്ടും ഒരു കണക്ഷൻ, നിങ്ങളുമായിട്ട് ആ ഒരു സോൾട്ടായി വീണ്ടും കണക്ട് ചെയ്യണം. അവരുടെ ഹൃദയത്തിലെ സ്നേഹം നിങ്ങൾക്ക് നൽകാനും നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹം തിരികെ അവർക്ക് സ്വീകരിക്കാനും മനസ്സുകൊണ്ട് അവരിപ്പോ തയ്യാറാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വ്യക്തികൾ, തേർഡ് പാർട്ടി പ്രതികൂലമായിട്ടുള്ള വ്യക്തികളല്ല, അനുകൂലമായിട്ടുള്ള നല്ല ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു പല വ്യക്തികളും ഇവരോട് സംസാരിക്കുന്നതായിട്ട് ഇവിടെ കാണാം. അതിപ്പോ യൂണിവേഴ്സൽ ഗൈഡൻസ് ആയിട്ട് മാത്രമല്ല, ചിലപ്പോൾ ആത്മാർത്ഥതയുള്ള ഒരു ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നീയും കൂടെ കുറച്ച് എഫേർട്ട് എടുക്കണം, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇത്രത്തോളം ആണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളുണ്ട്. അപ്പൊ ഒരു സമയത്ത് അതൊന്നും ചെവിക്കൊള്ളുന്ന രീതിയിലല്ലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ അതൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം ഇവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കഴിഞ്ഞു പോയ നാളുകളൊക്കെ ഇപ്പൊ ഓർമ്മകൾ വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ ചിന്താഗതികൾക്കാണെന്നുണ്ടെങ്കിലും ഇപ്പൊ മറ്റുള്ളവർ കേൾക്കാനുള്ള മനസ്സ് അവർക്ക് വന്നിരിക്കാനാണെന്നുണ്ടെങ്കിലും ഒരു പ്രധാന കാരണം. അപ്പൊ നിങ്ങളുടെ എനർജിയാണ് ഈ ഒരു പേഴ്സണെ ഈ ഒരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില നീക്കങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരു സന്തോഷകരമായ പരിസമാപ്തിയാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ബാലൻസ് ചെയ്ത ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. സ്നേഹം എന്ന് പറയുന്നത് അർഹമായ രീതിയിലുള്ള കൈകൾ അല്ലെങ്കിൽ ആ ഒരു അർഹമായ രീതിയിലുള്ള ഹൃദയം എന്ന് പറയുന്നത് നിങ്ങളുടേതാണ്. അപ്പൊ അവരുടെ സ്നേഹത്തെ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് തന്നെ നൽകുക. അതുപോലെ നിങ്ങളുടെ സ്നേഹത്തെ മറ്റാരിലേക്കും കൊടുക്കാത്ത രീതിയിൽ അവർക്ക് തന്നെ സ്വീകരിക്കാനും അവരുടെ മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇനി ഇങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നീതിപൂർവ്വം ഇത് മുന്നോട്ടേക്ക് വേണമെന്നൊക്കെ മനസ്സിലുണ്ടെങ്കിലും ഒരുതരം ഫിയർ, ഇനി ഇത് ശരിയാകുമോ എന്നൊരു ചിന്ത. കാരണം ഒരുപാട് ഒരു ട്രസ്റ്റ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ട്രസ്റ്റ് ഒക്കെ ബ്രേക്ക് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഒന്ന് സൈലന്റ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ നിങ്ങളുടെ എനർജി വീണ്ടും വീണ്ടും അവരെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുമ്പോൾ ആ ഒരു ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു സൈഡിൽ ഫിയർ ആണെന്നുണ്ടെങ്കിൽ മറു സൈഡിൽ അവരുടെ ആഗ്രഹമാണ് അതിനേക്കാൾ മുന്നോട്ടേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ആണെന്നുണ്ടെങ്കിലും നോക്കി കാണുന്നത്. ഒരു സന്തോഷം, സമൃദ്ധി എല്ലാം ഈ ഒരു ബന്ധത്തിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ സ്വന്തം മനസാക്ഷി അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. അപ്പൊ നിങ്ങളോട് ഇതുവരെ അവർ ചെയ്തിരുന്ന രീതികൾക്കൊക്കെ അവർക്ക് ഒരു കുറ്റബോധവും തോന്നുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്, പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തു. പക്ഷെ അന്നേരം ഒന്നും ഇവര് ഒരു ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ അവര് ഒരു മനസ്സ് മാറാനോ പോലും തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ അവരുടെ മനസ്സിൽ നീതിപൂർവം അല്ലെങ്കിൽ ന്യായപൂർവം ഈ ഒരു ബന്ധത്തിൽ പ്രവർത്തിക്കണം എന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. അപ്പൊ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒരു നീതി ന്യായം എല്ലാം നടപ്പിലാക്കി മുന്നോട്ടേക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സ് നിൽക്കുന്നത്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് ഒരു പക്ഷേ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റങ്ങളും അല്ലെങ്കിൽ ആ ഒരു നീക്കങ്ങളും തന്നെയായിരിക്കാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്തതെന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും പറയാനും സാധിക്കില്ല. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, പക്ഷെ അത് എപ്പോൾ എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. ഇവിടെ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ എന്തായാലും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഒരുപാട് വൈകി വന്നിരിക്കുന്ന എനർജി അല്ല, നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് തന്നെ ഇവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവും.
ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ ഇവർക്കൊരു കുറച്ച് സമയം വേണം എന്നുള്ള രീതിക്ക് ഇവർ ചിന്തിക്കുന്നുണ്ട്. സമയം എന്ന് പറയുമ്പോൾ തിരിച്ചു വരവിന് മാത്രമല്ല, അങ്ങനെയല്ല, ഒന്ന് പാച്ചപ്പ് ആയി എടുക്കാനായിട്ട്. പക്ഷെ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പരസ്പരം സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിവീൽ ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ വീണ്ടും ആ ഒരു നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സന്തോഷമൊക്കെ അവർക്ക് വീണ്ടെടുക്കാൻ കഴിയും. പൂർണ്ണമായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ സാധിക്കും. ആ ഒരു ഫ്ലവറിങ് വീണ്ടും റിലേഷൻഷിപ്പിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ്, തേർഡ് പാർട്ടി എനർജീസ് എന്ന് പറയുമ്പോഴേക്കും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ, വ്യക്തി സാന്നിധ്യങ്ങളായിക്കൊള്ളട്ടെ, അതെന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു കാര്യമായിരുന്നു അത് എന്നുണ്ടെങ്കിൽ അവരതെല്ലാം ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ നീക്കങ്ങളൊക്കെ നടക്കുന്നത് മനസ്സിലാണ്. മനസ്സുകൊണ്ട് ഇവർ ഓരോ കാര്യങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട്, ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള രീതിയിൽ അവർ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഇവിടെ അവർ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു വരുമ്പോൾ അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അവർ വിശ്വസിക്കുന്ന ആ ഒരു കണക്ഷനിൽ നിന്നും ആ ഒരു യൂണിവേഴ്സൽ പവറിൽ നിന്നും അതുപോലെ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നതിന് മൂലം അവരുടെ ചിന്താഗതികളിൽ വരുന്ന മാറ്റങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഇവർ ലേൺ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരാനും സാധ്യതകളുണ്ട്. കാരണം ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ മാറ്റേണ്ട സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരിൽ മാറ്റണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ, പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടേക്ക് പോകാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ചിലവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സ്വാർത്ഥത മനോഭാവമായിരിക്കും. ചിലർക്ക് ഈഗോ വേറെ രീതിയിലായിരിക്കും വർക്കൗട്ട് ആവുന്നത്. ചിലർക്ക് പിടിവാശിയായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ അഡിക്ഷനിലേക്കൊക്കെ പോകുന്ന രീതി, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരതെല്ലാം മാനേജ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അവർക്കുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് അവരങ്ങനെ തയ്യാറാകുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ എഫേർട്ട് എടുക്കാൻ തയ്യാറാകുമോ? അതായത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറിലും ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളും അതിനും കൂടെ okay ആകുമോ എന്നൊരു confusion അവരിലുണ്ട്. അതെല്ലാം ഒന്ന് നിങ്ങളോട് proper ആയിട്ട് സംസാരിക്കാനും നിങ്ങളുമായിട്ട് ആ ഒരു clarity ഒക്കെ കൊണ്ടുവരാനുമാണ് അവർ വളരെ പെട്ടെന്ന് ഒന്ന് communicate ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ഒരു communication ലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ഈ ഒരു സമയത്ത് ഇവരുടെ മനസ്സിലും വന്നിട്ടുണ്ട്. ഇവർക്കും ഒരു പ്രതീക്ഷകൾ ഉണർന്നു തുടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ എനർജിയിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവർ പോലും അറിയാതെ അവരുടെ എനർജിയിൽ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. കാരണം നിങ്ങളെ ആഗ്രഹിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. നിരന്തരമായിട്ട് ആ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളെ ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ പ്രോപ്പർ ആയിട്ട് അവർ അതിന് വേണ്ടിയിട്ട് ഒരു വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളുകൊണ്ട് യൂണിവേഴ്സ് ആ ഒരു രീതിയിൽ അവരെ കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യിക്കുകയാണ്. അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള അവരുടെ ആ ഒരു തോട്ട് എന്ന് പറയുന്നത് ഇവിടെ മാനിഫെസ്റ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ബോട്ട് ഓഫ് ദി ഡെക്ക് ആണെന്നുണ്ടെങ്കിലും 5 ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. വളരെയധികം ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൂടെ പ്രത്യേകിച്ച് കാര്യമായ ഗ്രോത്ത് ഒന്നും ഇല്ലാതെ സ്റ്റക്ക് ആയിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ബന്ധമാണ് ഇത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ പേഴ്സൺ നോക്കി കാണുകയും അതിനുവേണ്ടി പ്രയത്നിക്കാനായിട്ട് അവർ അവിടുന്ന് തയ്യാറെടുത്ത് ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞു. അപ്പൊ ആ ഒരു സ്നേഹത്തെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഇപ്പോൾ അവരുടെ എനർജീനെ മാത്രമല്ല അവരുടെ ചിന്താഗതിനെ മാത്രമല്ല അവരുടെ ആ ഒരു ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇതുവരെ അവർ അവരുടേതായ ഒരു കംഫർട്ട് സോണിൽ മാത്രം നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നൊക്കെ ഇവരിപ്പോൾ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പുറത്തേക്ക് വന്നിരിക്കുന്നതിന്റെ ഒരു മെയിൻ കാരണം നിങ്ങളുടെ ആ ഒരു വിശ്വാസം തന്നെയാണ്, നിങ്ങളുടെ എനർജി തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷൻ നടത്താൻ വേണ്ടി നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അല്ല അത്രയും ട്രസ്റ്റോട് കൂടി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് എവിടെയോ നിങ്ങൾക്കൊരു ഹോപ്പ് ഇപ്പോഴും എന്തൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പോഴും അത്ര ട്രസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സൽ പവറിന് അത്രയും ട്രസ്റ്റോട് കൂടി വിശ്വസിച്ച് മുന്നോട്ടേക്ക് വന്നവരാണ് എന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്റ്റ് ആവുന്നുണ്ട് എന്ന് മാത്രമല്ല നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു നീക്കവുമായിട്ട് ബന്ധത്തെ മുന്നോട്ടേക്ക് നയിക്കാനായിട്ട് അവർ വരാനുള്ള ഒരു സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്.
ഇവിടെ ഒരു രീതിയിൽ നമുക്ക് വന്നിരിക്കുന്ന എനർജി ബാക്കിലേക്ക് പോകുന്ന ഒരു എനർജി അല്ല, നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. പക്ഷെ ചിലവരുടെ കേസിൽ ചെറിയൊരു സ്റ്റക്നെസ് ഇവിടെ കാണിക്കുന്നുണ്ട്. സ്റ്റക്നെസ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കണക്ട് ആവാൻ സാധ്യതയുണ്ട്. മറ്റ് ചിലവർക്ക് ആ ഒരു സ്റ്റക്നെസ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോവുക. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിലേ ആയാലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തും എന്നുള്ള രീതിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇവർ മാറിപ്പോകുന്ന എനർജി നമുക്കിവിടെ കാണിക്കുന്നില്ല. എല്ലാ രീതിയിലൂടെ വന്നിരിക്കുന്ന എനർജി തിരിച്ചു വരവ് തന്നെയാണ്. മെയിൻ ആയിട്ട് ഇവിടെ ജസ്റ്റിസ് ആണെന്നുണ്ടെങ്കിലും ജഡ്ജ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ടു ഓഫ് കപ്സ് ആണ്, ടെമ്പറൻസ്, വേൾഡ് എനർജി എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. അതോടൊപ്പം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ നോക്കിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങളുടെ പേഴ്സണിലേക്ക് കണക്ട് ആവുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ വന്നിരിക്കുന്നത് പോലും മാനിഫെസ്റ്റേഷൻ കാർഡ് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയിലേക്ക് എഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഡയറക്റ്റ് ആ ഒരു എനർജി ഇവിടെ കയറി വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിംഗ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കായിരിക്കും റെസനേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു എനർജിയെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അതോടൊപ്പം യൂണിവേഴ്സിനോട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ നന്ദി യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് അറിയിക്കാവുന്നതുമാണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും തയ്യാറെടുക്കുക. ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ പകുതി വെച്ച് നിങ്ങളിലേക്ക് കണക്ട് ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. മാക്സിമം എന്ന് പറയാൻ കാരണം, ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒരുപാട് എഫേർട്ട് എടുത്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു നിരാശയൊക്കെ വരും. ഒരുപാട് ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ലല്ലോ എന്നൊരു നിരാശയൊക്കെ വരും, സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു നിരാശയിലേക്ക് മുങ്ങിപ്പോകാതെ നിങ്ങളുടെ എനർജിയെ നിങ്ങൾ മാക്സിമം ഒന്ന് ബാലൻസ് ചെയ്യണം. അപ്പൊ അങ്ങനെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബന്ധത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ട്രസ്റ്റിൽ നിങ്ങൾ ഉറച്ചു തന്നെ നിന്നുകൊണ്ട് വേണം മുന്നോട്ടേക്ക് വരാനായിട്ട്. അപ്പം നമുക്ക് ഈ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടി ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടാണെന്നുണ്ടെങ്കിലും ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 42 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. കാർത്തിക. 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് 7 ഡേയ്സ് ആയിട്ടും എടുക്കാം. 1990. 6 എന്നൊരു ലെറ്റർ. ഏരീസ്, സോഡിയാക് സൈൻ ആണ്. മൂലം, ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്റ്റ്. തിരുവോണം എന്നൊരു സ്റ്റാർ. 3 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. കൊല്ലം. 1993. ഉത്രം എന്നൊരു സ്റ്റാർ. UAE വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആവാം. മലപ്പുറം. 24. ട്രിവാൻഡ്രം. T എന്നൊരു ലെറ്റർ. ട്രിവാൻഡ്രം എഗെയിൻ വന്നിട്ടുണ്ട്. ഏപ്രിൽ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. 19. ലിബ്ര എന്നൊരു സോഡിയാക് സൈൻ. ഡിസംബർ മന്ത്. ആയില്യം. കാസർഗോഡ്. അതർ കൺട്രീസ് വന്നിട്ടുണ്ട്. J എന്നൊരു ലെറ്റർ. M എന്നൊരു ലെറ്റർ. 10 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. മകയിരം. B എന്നൊരു ലെറ്റർ. S എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അനിഴം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് എന്നൊരു മന്ത് ആണ്. ഇതാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ ഒരുപാട് നന്ദി.